കുഴൽപ്പണ ഇടപാടുകാരൻ കോടാലി ശ്രീധരന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വഴിത്തിരിവിലേക്ക്. ആദ്യം തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്നും അരുണിനെ തട്ടിയെടുത്തത് കോടാലി ശ്രീധരൻ തന്നെ നിയോഗിച്ച സംഘം എന്ന സംശയത്തിലാണ് പോലീസ്. തട്ടിക്കൊണ്ടുപോയ ആദ്യ സംഘത്തെ പൂർണ്ണമായി പിടികൂടുന്നതുവരെ മകനെ ഒളിവിൽ പാർപ്പിക്കാനാണ് ശ്രീധരന്റെ തീരുമാനം. അതേസമയം ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ ഡിസംബർ 6 ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ്. ഈ മാസം 31-നാണ് കുപ്രസിദ്ധ കുഴൽപ്പണ ഇടപാടുകാരനും ഗുണ്ടാ നേതാവുമായ കോടാലി ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ കോതമംഗലത്തെ വീട്ടിൽ നിന്നും 8-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കേസിൽ ഇതുവരെ 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ശ്രീധരന്റെ നേതൃത്വത്തിൽ മലപ്പുറം സ്വദേശികളുടെ 4 കോടിയോളം രൂപ തട്ടിയെടുത്തതിന്റെ പ്രതികാരമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിനിടെ അരുണിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും പ്രതികളിൽ ഒരാൾ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. കണ്ണു മൂടിക്കെട്ടിയ അരുണിന്റെ ഇരുവശങ്ങളിലുമായി പോലീസ് പിടിയിലായ കൊടുവള്ളി സ്വദേശികളായ റഫീഖും മുസ്തഫയും ഇരിക്കുന്ന ദൃശ്യമാണ് ആദ്യം പുറത്തുവന്നത്. അരുണിനെ തട്ടിക്കൊണ്ടുവന്ന് മൈസൂരിൽ ഒളിവിൽ പാർപ്പിച്ചെങ്കിലും ഇവിടെ നിന്ന് മറ്റൊരു ഗുണ്ടാസംഘം അരുണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇത് കേസ് കൂടുതൽ സങ്കീർണമാക്കി. തട്ടിക്കൊണ്ടുപോകൽ സംഘം ചിത്രീകരിച്ച ദൃശ്യം കോടാലി ശ്രീധരന്റെ വീട്ടുകാർക്ക് എങ്ങനെ ലഭിച്ചുവെന്നത് സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. ദൃശ്യം പോലീസിനെ ഏൽപ്പിക്കാൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത് ശ്രീധരനാണെന്നും മകനെ കടത്തിയ സംഘത്തെ കീഴ്പ്പെടുത്തി അവരുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ഇയാൾ കൈക്കലാക്കിയതാണെന്നും സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തവർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ കോടാലി ശ്രീധരനും മകനും ഒളിവിൽ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡിസംബർ 6 അരുണിനെ ഹാജരാക്കണമെന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. അതോടൊപ്പം കേസിലുൾപ്പെട്ട മറ്റു പ്രതികൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് തന്നെ ചേരുകയാണ്. ഉമേഷ്, ഈ എന്തൊക്കെ നിഗമനത്തിലാണ് പോലീസ് ഈ പുതിയ വഴിത്തിരിവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്? അജിംഷാദ്, കോടാലി ശ്രീധരന്റെ മകനെ തട്ടിക്കൊണ്ടുപോയി 1 മാസം തികയുമ്പോഴാണ് വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നത്. ശ്രീധരന്റെ മകനെ ആദ്യം തട്ടിക്കൊണ്ടുപോയത് 8-അംഗ സംഘമാണ്. ഇവർ പിന്നീട് ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ മൈസൂരിൽ എത്തിയിട്ടുണ്ടായി. ഈ മൈസൂരിൽ നിന്ന് വേറൊരു സംഘം ഇയാളെ വീണ്ടും തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിച്ചത്. അപ്പോഴാണ് ഇത് ശ്രീധരൻ തന്നെ ആയിരിക്കാം എന്ന സംശയത്തിൽ പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം 2 വീഡിയോ പുറത്തു വന്നിരുന്നു. അതിലൊന്ന് തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും മറ്റൊന്ന് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഈ പ്രതികളിൽ ഒരാൾ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിന്റേതുമായ വീഡിയോ ദൃശ്യങ്ങളാണ്. ഈ വീഡിയോ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് സംബന്ധിച്ചാണ് പോലീസ് ഒരു അന്വേഷണം നടത്തിയത്. ഇത് ശ്രീധരൻ തന്നെ പുറത്തുവിട്ടതാണോ ഈ ദൃശ്യങ്ങൾ എന്ന സംശയം പോലീസിന് ഉണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ ശ്രീധരൻ നിയോഗിച്ച സംഘം തന്നെ മൈസൂരിൽ ചെന്ന് ആദ്യ സംഘത്തെ കീഴ്പ്പെടുത്തുകയും അരുണിനെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത ശേഷം ഇത്തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ കൈക്കലാക്കി പുറത്തുവിട്ടു എന്നുള്ളതാണ് പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആസൂത്രണം ചെയ്തത് ഇപ്പോൾ നിലവിൽ 4 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും 4 പേരെ കൂടി കിട്ടാനുണ്ട്. അതിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തവർ ഉൾപ്പെടെ പ്രധാനപ്പെട്ടവരെ ഇനിയും പോലീസിനെ പിടികൂടാനുണ്ട്. അത്തരത്തിൽ മുഴുവൻ പേരെയും പിടികൂടിയതിന് ശേഷം മാത്രം കോടാലി ശ്രീധരൻ മകനെ പുറത്തു കൊണ്ടുവരികയുള്ളൂ എന്നൊരു നിഗമനം പോലീസിനുണ്ട്. നിലവിൽ 2 പേരും ഒളിവിലാണ്. കോടാലി ശ്രീധരനും മകൻ അരുൺകുമാറിനും ഇപ്പോൾ നിലവിൽ കാണാനില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ എവിടെയാണ് ഈ അരുൺകുമാർ എന്നത് സംബന്ധിച്ച് സൂചനകൾ ഒന്നും തന്നെയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ നിലവിലെ സാഹചര്യം വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിൽ ശ്രീധരൻ തന്നെയാണോ അരുണിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, ഇത്തരത്തിൽ മുഴുവൻ പേരെയും പിടികൂടുന്നത് വരെ ഇയാളെ ഒളിവിൽ പാർപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നത്. എങ്കിൽ തന്നെയും പോലീസ് ഇതൊന്നും ഔദ്യോഗികമായി പുറത്തുവിടുന്നില്ല. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ഹേബിയസ് കോർപ്പസ് ഹർജി പ്രകാരം ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഡിസംബർ 6 അരുൺകുമാറിനെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ പരിഗണന അരുൺകുമാറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ അരുൺകുമാറിന് വേണ്ടി അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അജിംഷാദ്. ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.